നോക്കിക്കാണുന്നു? മനുഷ്യരായ ഒരാൾക്കും പൊതിച്ചോറിനെ എതിർക്കാൻ കഴിയില്ല. അതിനെ എതിർക്കുന്നവർ അവരുടെ മാനസിക നില പരിശോധിക്കേണ്ടതാണ്. കാരണം മനുഷ്യരായ ആർക്കും കഴിയില്ല. ഇവിടെ പ്രശ്നം രണ്ട് കാര്യങ്ങളാണ്. രണ്ടും വളരെ പ്രസക്തമായ കാര്യമായി കരുതുകയാണ്. അതിലൊന്ന്, കേരളത്തിൻ്റെ ആരോഗ്യ മേഖല ഏറ്റവുമധികം ശ്രദ്ധേയമായി ലോകത്ത് തന്നെ മാറിയതിൻ്റെ കാരണം അത് പബ്ലിക് പാർട്ടിസിപ്പേഷനാണ്. വ്യത്യസ്ത സാമൂഹ്യ സംഘടനകളുടെ നിസ്വാർത്ഥമായ ഇടപെടലുകളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മുടെ ചില സ്കൂളുകളിലെല്ലാം നമ്മൾ അത്തരത്തിൽ ലെസൺ കുട്ടികൾക്ക് ലേൺ ചെയ്യിപ്പിക്കും. എന്താണ്? നിങ്ങൾ ഒരു ദിവസം പൊതിച്ചോറ് കൊണ്ടുവരണം, അതടുത്ത ഏതെങ്കിലും ഒരു അനാഥാലയത്തിന് കൊടുക്കണം, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളിന് കൊടുക്കണം. ഇതെല്ലാം എന്താണ്? അതിനെയാണ് ലേണിംഗ് എന്ന് പറയുക. എന്താ? നല്ല പാഠങ്ങൾ പഠിപ്പിക്കുകയാണ്. കേരളം ഇന്നോളം പഠിപ്പിച്ച് വളർന്ന പാഠം മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അതങ്ങനെയാണത് വരിക. അപ്പം ഞങ്ങൾ DYFIയുടെ ഹൃദയപൂർവ്വം പദ്ധതിയുടെ ടാഗ് ലൈൻ വയറെരിയുന്നവരുടെ മിഴി നിറയാതിരിക്കാൻ എന്നാണ്. വയറെരിയുന്ന മനുഷ്യരുടെ മിഴി നിറയാതിരിക്കാനാണ് ഇത് നൽകുന്നത്. അപ്പോൾ ഇത് റദ്ദാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ശ്രീ കെ മുരളീധരനോട് എനിക്ക് ചോദിക്കാനുള്ളത്, കേരളത്തിൻ്റെ ആരോഗ്യ പരിപാലന രംഗത്ത് നിസ്വാർത്ഥമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വ്യത്യസ്ത സംഘടനകളുണ്ട്. പാലിയേറ്റീവ് കെയറിൽ, ഭക്ഷണ വിതരണത്തിൽ, ഹോസ്പിറ്റലുകളിൽ വീൽചെയർ വിതരണം ചെയ്യുന്നതിൽ, ഹോസ്പിറ്റലുകൾക്ക് ആവശ്യമായ മരുന്നുകൾ സപ്ലൈ ചെയ്യുന്നതിൽ, അതെല്ലാം ഈ ഒറ്റ പ്രസ്താവനയിൽ റദ്ദാക്കാൻ ശ്രീ കെ മുരളീധരന് കഴിയുമോ? അങ്ങനെ ഒന്ന് ചിന്തിക്കുക പോലും ചെയ്യുന്നത് എത്ര കണ്ട് ആത്മഹത്യാപരമാണ്. അവിടെയാണ് ഞാൻ മാനസിക നില പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്ന് പറയുന്നത്. എത്ര ആത്മഹത്യാപരമാണത്. ഞാനതിനെ കേവലമായി നിങ്ങളതിനെ കാണരുത്. ഈ പറയുന്നത് ഒറ്റയടിക്ക് ചിലപ്പോൾ DYFIയോട് വെറുപ്പുള്ള ഏതെങ്കിലും ഒരാൾക്ക് കൊള്ളാലോ, DYFIക്ക് ഒരു പണി കിട്ടിയല്ലോ എന്ന് തോന്നുകയാണ്. എന്താണതുകൊണ്ട് അർത്ഥാക്കുന്നത്? ഇപ്പോൾ കമ്മ്യൂണിറ്റി കിച്ചൺ എന്ന് പറയുകയാണ്. നിങ്ങൾ കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങുന്നേ, ഗവൺമെൻറ്റിന് അങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ തുടങ്ങ്. കമ്മ്യൂണിറ്റി കിച്ചണും ഇതുമായി യാതൊരു ബന്ധമില്ല. ഹൃദയപൂർവ്വം പദ്ധതി അതിന് ഈ കമ്മ്യൂണിറ്റി കിച്ചണുമായോ വർഷങ്ങളായി മെഡിക്കൽ കോളേജുകളിൽ, ആശുപത്രികളിൽ വിവിധ തരത്തിൽ ഭക്ഷണ വിതരണം നടത്തുന്ന ഒരുപാട് സംഘടനകളുണ്ട്. ആ സംഘടനകൾ നടത്തുന്ന പ്രവർത്തനവുമായിട്ടോ DYFI നടത്തുന്ന ഈ പ്രവർത്തനത്തെ ബന്ധപ്പെടുത്തേണ്ടതില്ല. ഇതെങ്ങനെയാണ്? എല്ലാ ദിവസവും നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും കേരളത്തിൽ ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ഈ പൊതിച്ചോറ് ശേഖരിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനൊരു പദ്ധതി കേരളത്തിലില്ല. ഇതിൻ്റെ യൂണിക്നെസ് അതാണ്. രണ്ട്, ഈ പൊതിച്ചോറ് ആരാണ് കൊടുക്കുന്നത്? ശ്രീ കെ മുരളീധരനങ്ങ് മനസ്സിലാക്കേണ്ടത്, കെ കരുണാകരൻ്റെ ചിത്രം വെച്ചിരിക്കുന്ന വീടുകളിൽ നിന്ന് തരുന്നുണ്ടത്രേ നമുക്ക് ഈ പൊതിച്ചോറ്. കെ മുരളീധരൻ വോട്ട് ചെയ്ത വട്ടിയൂർക്കാവിലെ ആളുകൾ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ടെന്നേ, BJPക്കാർ കൊടുക്കുന്നുണ്ടെന്നേ. രാഷ്ട്രീയമല്ല ഇതിന്. അവരവരുടെ സ്നേഹമാണ്, മനസ്സാണ്, പ്രാർത്ഥനാനിരതമായ മനസ്സുമായി പൊതിച്ചോറ് കെട്ടിക്കൊടുക്കുന്ന അമ്മമാരാണ്. അവിടെ നിന്ന് അവർ പൊതിച്ചോറ് കൊടുക്കുന്നു. ആ പൊതിച്ചോറ് അവർ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഏതോ മനുഷ്യന് വേണ്ടിയാണ് ഇത് പ്രാർത്ഥനയോട് കൂടി കൊടുക്കുന്നത്. അതുകൊണ്ട് വരുന്നു, പൊതിച്ചോറ് വാങ്ങിക്കഴിക്കുന്നു. ആ വാങ്ങിക്കഴിക്കുന്ന മനുഷ്യർ ഈ പറയുന്ന ഒരു സാമൂഹ്യ ഇടപെടലുണ്ടല്ലോ, ആ സാമൂഹ്യ ഇടപെടൽ കേരളത്തിൻ്റെ പൊതു സാമൂഹ്യ അവസ്ഥയ്ക്ക് കൊടുക്കുന്നൊരു പവറുണ്ടല്ലോ, കരുത്തുണ്ടല്ലോ, അതൊന്നും മനസ്സിലാക്കാൻ പറ്റുന്ന രാഷ്ട്രീയമല്ല താൻ പഠിച്ചത് എന്ന് ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റിലൂടെ കെ മുരളീധരൻ സ്വയം എക്സ്പോസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. എന്ത് രാഷ്ട്രീയമാണ് അദ്ദേഹത്തിനുള്ളത്? ഞാൻ ശ്രീ കെ മുരളീധരൻ്റെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഈ രാജ്യത്ത് മതത്തിൻ്റെ പേരിൽ ഹിന്ദുവും മുസൽമാനും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്, ഹിന്ദുവിൻ്റെ കടയിൽ കയറി മുസ്ലിം ഭക്ഷണം കഴിക്കുന്നത്, ദളിതൻ്റെ കടയിൽ കയറി ദളിതൻ വിളമ്പിക്കൊടുക്കുന്ന ഭക്ഷണം അത് കഴിക്കാൻ വിസമ്മതിക്കുന്ന വരേണ്യവർഗമുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രൊപ്പഗാൻഡ നടക്കുന്ന ഒരു രാജ്യത്ത് കേരളം ജാതി മത ചിന്തകൾക്കെല്ലാം അതീതമായി കെട്ടിക്കൊടുക്കുന്ന ഭക്ഷണം, പൊതിച്ചോർ, സ്നേഹം, അത് വാങ്ങുകയും കൊടുക്കുകയും അത് കഴിക്കുകയും ചെയ്യുന്ന ഈ സ്നേഹത്തിൻ്റെ പങ്കിടലുണ്ടല്ലോ, അത് മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ സ്കൂളിലല്ല ശ്രീ കെ മുരളീധരൻ പഠിച്ചത് എന്ന് മനസ്സിലായി. ഇവിടെ
അതുകൊണ്ട് തന്നെ കമ്മ്യൂണിറ്റി കിച്ചൺ ഇതുമായി യാതൊരു ബന്ധമില്ല. നിങ്ങൾ കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിക്കുകയോ ആരംഭിക്കാതിരിക്കുകയൊക്കെ ചെയ്യും. ഇപ്പോഴും പല ഹോസ്പിറ്റലുകളിലും സർക്കാർ ചിലവിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട്. അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഞങ്ങൾ തുടങ്ങിയത്, ഇതൊക്കെ ജനമേറ്റെടുത്തത്. ഇതിൽ രാഷ്ട്രീയമില്ല, വിശക്കുന്ന മനുഷ്യനേയുള്ളൂ. ശ്രീ കെ മുരളീധരനോട് എനിക്ക് പറയാനുള്ളത്, അദ്ദേഹം കാണുന്നത് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ അദ്ദേഹത്തെ ഉറക്കം കെടുത്തുന്ന കാര്യം DYFIയുടെ കൊടിയാണ്. DYFIയുടെ കൊടിയാണ് അദ്ദേഹത്തിൻ്റെ ഉറക്കം കെടുത്ത കാര്യം. പക്ഷേ ഞങ്ങൾക്ക്, ഈ പൊതിച്ചോറ് കെട്ടിക്കൊടുക്കുന്ന മനുഷ്യർക്ക്, ഇത് വാങ്ങിക്കഴിക്കുന്നവർക്ക് ഒക്കെ കൊടിയല്ല, വിശപ്പ് മാത്രമേ ഉള്ളൂ. വിഷമം അത്. അപ്പോൾ ഈ സ്നേഹത്തെയും വിശപ്പിനെയും, അപ്പോൾ അവരുടെ ചോറിൽ മണ്ണ് വാരിയിടരുത്, ഈ ചോറിൽ മണ്ണ് വാരിയിടരുത് എന്ന് മാത്രമാണ് ശ്രീ കെ മുരളീധരനോട് പറയാനുള്ളത്. DYFI അഭിമാനത്തോടെ ഈ പൊതിച്ചോറ് വിതരണം തുടരും. ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയമില്ല എന്ന് പറയുമ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നതിൽ ഒരു സംഘടന എന്ന് പറയുന്നത് CH സെൻ്ററാണ്, മുസ്ലിം ലീഗിൻ്റെ. ഇതിൽ ലീഗും നിലപാട് വ്യക്തമാക്കേണ്ടതല്ലേ? ഇത് ഒരുപാട് സംഘടനകൾ കൊടുക്കുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ CH സെൻ്ററിൻ്റെ പേരിൽ പാലിയേറ്റീവ് കെയറിൽ മെഡിക്കൽ കോളേജുകൾക്ക് സമീപം അവർ നടത്തുന്ന പ്രവർത്തനം വളരെ വലുതാണ്. ഞാൻ ഇത് ഒരു കാര്യം ചോദിച്ചോട്ടെ, കൊടിവെച്ച് കെട്ടിയ വണ്ടി കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ കൊടിവെച്ച് കെട്ടി ആശുപത്രി കോമ്പൗണ്ടിൽ കൊടിവെച്ച് കെട്ടിയിട്ട് പൊതിച്ചോറ് കൊടുക്കാൻ പാടില്ല. രക്തം കൊടുക്കേണ്ടതിന് സാറ് പറയോ? നാളെ ഇനി ആക്രി നിരോധിക്കുമോ എന്ന് ഞങ്ങൾക്ക് പേടിയുണ്ട്. കാരണം ഞങ്ങൾ ആക്രി പറക്കിയിട്ടാണ് കോവിഡ് കാലം മുതൽ പുതിയൊരു മോഡൽ ഉണ്ടാക്കിയത്. ഞങ്ങളെ ആക്രി പറക്കി 12 കോടി രൂപയാണ്, 11 കോടി രൂപ എറൗണ്ട് കേരളത്തിൽ DYFI ആക്രി പറക്കിയിട്ട് ചെയ്തു. വയനാട്ടിൽ ദുരന്തബാധിതരെ സഹായിക്കാൻ 100 വീടുകളുടെ പണം കണ്ടെത്തിയത് DYFI ആക്രി പറക്കിയിട്ടാണ്. ഇനി ആക്രി കെ മുരളീധരൻ ആൻഡ് കമ്പനി നിരോധിക്കുമോ എന്ന് ഞങ്ങൾക്ക് പേടിയുണ്ട്. അല്ല, ഞാൻ ആ പറഞ്ഞതിനെ അങ്ങനെ വ്യക്തിപരമായിട്ടല്ല എടുക്കേണ്ടത്. എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വളരെ ക്ലിയറാണ്. അത് വ്യക്തിപരമായി ഇതിനെ അങ്ങനെ ചുരുക്കരുത്. അതിൻ്റെ കാരണം എന്നറിയാം, ഇതിന് രാഷ്ട്രീയമല്ലാന്നേ. ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് വളരെ ക്ലിയറാണ്. മനുഷ്യരായ ഒരാൾക്കും ഇതിനെ എതിർക്കാനാകില്ല. ഇതിനെ എതിർക്കുന്നവരുടെ മാനസിക നില പരിശോധിക്കണം. ഇതാണ് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. അതിനെ വ്യക്തിപരമായി കാണണ്ട.